എല്ലാവർക്കും മറ്റേ പ്രധാനമന്ത്രിയാണ്, അത് തന്നെ പ്രശ്നം. കറക്റ്റായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ ഇല്ല അവർക്ക്, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം വന്നിരിക്കുന്നത്. കാരണം അവർ എല്ലാം കഷ്ടം ഇട്ട് കൊടുത്താലും ചാടി വീഴുന്ന MLA-മാരും MP-മാരുമാണ്. തകരാനുള്ളത് വലിയേറ്റ മനോഭാവം മനസ്സിൽ വരുമ്പോൾ അത് തകരുന്നിരിക്കും. ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് ആ മുന്നണിക്ക് ഒരു നേട്ടവും വരുത്താൻ പറ്റിയിട്ടില്ല. BJP ഉൾപ്പെട്ട NDA മുന്നണിയുടെ ആളായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ മാറിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ അഴിച്ചുപണിയേണ്ട അവസ്ഥയിലാണ് ഇന്ത്യ മുന്നണി. നിലവിൽ അത്ര നല്ല രീതിയിലല്ല മുന്നണി മുന്നോട്ടു പോകുന്നത്. എന്തായിരിക്കും ഇന്ത്യ മുന്നണി തകരാൻ കാരണം? ഇവിടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ചോദിച്ചറിയാം. ഒന്ന്, ഏറ്റവും വലിയ അധികാരമോഹികളാണ് ഈ പല മുന്നണിയിലുള്ളത്. കോൺഗ്രസ് പാർട്ടിൻ്റെ പ്രസ്ഥാനത്ത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, കാരണം അവർ എല്ലാം കഷ്ടം ഇട്ട് കൊടുത്താലും ചാടി വീഴുന്ന MLA-മാരും MP-മാരുമാണ്. ഇറച്ചി വേണ്ട, എല്ലാം കഷ്ടം കിട്ടിയാലും മതി. കാരണം അത് നമ്മൾ പല സ്ഥലത്തും കണ്ടു. ഇപ്പം ഈ അടുത്ത് ബീഹാറിൽ കണ്ടില്ലേ, 19 MLA-മാരെ കാണുന്നില്ലെന്ന്. പിന്നെ അതേമാതിരി മറ്റ് പല സ്റ്റേറ്റിലും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ ഡൽഹിയിൽ UP ഒക്കെ സഖ്യത്തിൽ മത്സരിക്കാമെന്ന് പറഞ്ഞിട്ട് സീറ്റിൻ്റെ ആ അവസാന നിമിഷം വരുമ്പോൾ സീറ്റിൻ്റെ പേര് പറഞ്ഞ് ഇവരോടക്കും. കാരണം ഇവർക്കും BJP ഭരിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം. അവരും BJPക്ക് സപ്പോർട്ടാണ്. കാരണം ഇപ്പോൾ ഈ ഇന്ത്യൻ മുന്നണി പോകണ്ടല്ലോ, അവസാനം പല സ്റ്റേറ്റിലും നിങ്ങൾ നോക്കിക്കോ. കാരണം ഇവർ സീറ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവർ പിന്മാറും, എന്നിട്ട് ഒറ്റക്ക് മത്സരിക്കും. BJPനെ വീണ്ടും അധികാരത്തിൽ കയറ്റും. അതാണ് കോൺഗ്രസിൻ്റെ മുഖ്യ ലക്ഷ്യം. കാരണം അവരുടെ ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം നമ്മൾ കണ്ടു പഠിച്ചിരിക്കുന്നതാണ്. കറക്റ്റായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ ഇല്ല അവർക്ക്, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം വന്നിരിക്കുന്നത്. അത് പല പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസ്സാണല്ലോ അതിൻ്റെ മെയിൻ ലീഡർ. കോൺഗ്രസിൻ്റെ ഇതായിട്ട് തത്വമായിട്ട് പോകാൻ പറ്റാത്ത പാർട്ടികൾ അതിൽ വന്ന് പെട്ടത് കൊണ്ടിട്ടാണ് അത് തകർന്നത്. കുറേ അഴിമതി കേസുകളിൽപ്പെട്ട പാർട്ടിക്കാരുണ്ട്. ഈ ഷിബു സോറനെ പോലുള്ളവരൊക്കെ ഇപ്പോൾ ഒരു പാർട്ടി ഇപ്പോൾ ഒരു മിനിസ്റ്റർ ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അതങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതിൻ്റെ പേരിലൊക്കെയാണ്. കെട്ടുറപ്പില്ലാത്തതാണ്. എല്ലാവർക്കും മറ്റേ പ്രധാനമന്ത്രിയാണ്, അത് തന്നെ പ്രശ്നം. എല്ലാവർക്കും ഇത് നേതാവാണ്, അതാ പ്രശ്നം. അതുകൊണ്ട് മാത്രം തന്നെ എല്ലാവർക്കും വലിയ ആളാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഗതിയല്ല അങ്ങനെ തന്നെ. ഒരാളെ നന്നാണ്, ഒരാളുടെ കാണൂല. എല്ലാവർക്കും നേതാവാകണം, പ്രധാനമന്ത്രി ആകണം, അതാണ് മെയിൻ പരിപാടി. ഒരിക്കലും ജയിക്കില്ല, ഒരിക്കലും നന്നാവൂല ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല ആരെന്ത് പറയുന്നത്. ഇന്ത്യ മുന്നണി അതിനൊരു നേതൃത്വമില്ല, ആ ഒരു രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. പിന്നുള്ളവരൊക്കെ പഴയ ആൾക്കാരാണ്, യുവാക്കൾ വന്നു. ഒരു ഏകീകരണമില്ല. ഇപ്പോൾ മായാവതി മമതാ ബാനർജി പോയി, നിതീഷ് കുമാർ പോയി, ഇനിയിപ്പോൾ ഉള്ളതാണ് ഉള്ളത്. കെജ്രിവാൾ പിന്നെ ഇങ്ങനെ നിൽക്കണേണ്. അപ്പോൾ അന്നും വലിയ ഇതൊന്നുമില്ല. അവർക്ക് എല്ലാം BJPക്ക് എളുപ്പമാക്കണം ഇപ്പോൾ, അല്ലേ? അത്രേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് തകരൂലട്ടാ. കോൺഗ്രസ് ഇങ്ങനെ വരും. ഇത് കുറേ ആൾക്കാരൊക്കെ പോകാനുണ്ട് കോൺഗ്രസിന്. BJPയിലുള്ളതൊക്കെ ആരൊക്കെയാണ്? കോൺഗ്രസ്സുകാരല്ലേ. ഭൂരിഭാഗം പേരും കോൺഗ്രസ്സുകാരാണ്. 30 കോടി 40 കോടി 10 കോടിയൊക്കെ വാഗ്ദാനം ചെയ്ത് പിന്നെ MLA-മാരെയൊക്കെ. അതൊക്കെ തന്നെ രാഷ്ട്രീയമുള്ള, അതങ്ങനെ പോവും. നമ്മൾ വായിക്കങ്ങോട്ട് പോവും. തകരാനുള്ളത് വലിയേറ്റ മനോഭാവം മനസ്സിൽ വരുമ്പോൾ അത് തകരുന്നിരിക്കും. ഇപ്പോൾ തന്നെ കോൺഗ്രസ് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് ആ മുന്നണിക്ക് ഒരു നേട്ടവും വരുത്താൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ മറ്റേ പോയി കണ്ട നിതീഷ് കുമാർ ശക്തനായ ആളാണ്. അപ്പോൾ അയാൾ അതിൽ നിന്ന് പിന്മാറി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുന്നണിയിൽ നല്ല കെട്ടുറപ്പും വിട്ടുവീഴ്ചയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരണം. ഇനി അതായത് കോൺഗ്രസ് പഴയ ഓർമ്മ വെച്ചിട്ട്
വീണ്ടും അധികാരത്തിൽ വരാൻ മോഹിക്കേണ്ട. കറക്റ്റല്ലേ? പണ്ട് ബി ജെ പി, ഇന്ന് ബി ജെ പിയിലുള്ള ആളുകളും ഇന്ന് RSSലുള്ള ആളുകളും അന്ന് കോൺഗ്രസ്സുകാരായിരുന്നവർ. അവർക്ക് വേറൊരു മുന്നണിയോ വേറൊരു ആളുകൾ ഇതിനെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും ഉണ്ടായിരുന്നില്ല. ഇവർ പറയണ പോലെയായിരുന്നെല്ലാം, കോൺഗ്രസ് പറയണ പോലെയായിരുന്നെല്ലാം. ഓരോ ഗ്രാമങ്ങളിലും ഗ്രാമത്തലവന്മാരൊക്കെ അന്നത്തെ കോൺഗ്രസ്സുകാരായിരുന്നു. ഇന്ന് അവരും മറിച്ച് ഇന്ന് ബി ജെ പിയിലും RSSലൊക്കെ ആയിക്കഴിഞ്ഞവർ. പിന്നെ അവർക്ക് വളരെയധികം ഫൈനാൻസുകളും ബി ജെ പി ഓഫർ ചെയ്യാൻ തുടങ്ങി. ഇക്കണ്ട കാലം വരെ കോൺഗ്രസ് ഭരിച്ചിട്ട് കോൺഗ്രസ്സിന് ഓരോരുത്തരും പ്രതിയായിട്ടല്ലേ ഉള്ളൂ. അഴിമതിക്കാരും മറ്റവരും മറിച്ചവരും ഒക്കെ ആയപ്പോൾ മോഡിൻ്റെ കൈവശം വന്നപ്പോൾ മോഡി ഒരു EDനെ അങ്ങനെ അയച്ച് അതോടുകൂടി കോൺഗ്രസ് പൊളിഞ്ഞില്ലേ? ഇപ്പോഴത്തെ മന്ത്രിമാരും MP-മാരൊക്കെ കോൺഗ്രസ്സുകാരാണ് അല്ലേ? ഇപ്പോഴത്തെ മന്ത്രിമാരും ഒക്കെ ഇനിയും പോവും. അവസാന ഘട്ടത്തിൽ സവർണരും ദളിതരും തമ്മിലൊരു ഫൈറ്റ് വരും. അത് അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാം.